നമസ്കാരം. നീലേശ്വരം കരിന്തളം വടക്കേ പുലിയന്നൂരിൽ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് വീട്ടമ്മ ജീവനൊടുക്കിയ വാർത്തയാണ് പുറത്തുവരുന്നത്. വടക്കേ പുലിയന്നൂരിലെ KV വിജയന്റെ ഭാര്യ 48-കാരിയായ സവിതയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെ വീട്ടിൽ നിന്ന് തീ ആളിക്കത്തുന്നത് കണ്ട അയൽവാസികൾ ചെന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ സവിതയെ തീ പടർന്ന നിലയിൽ കണ്ടെത്തിയത്. വെള്ളമൊഴിച്ച് തീ കെടുത്തിയെങ്കിലും സാരമായി പൊള്ളലേറ്റ സവിത മരണപ്പെടുകയായിരുന്നു. ഭർത്താവ് ജോലിക്കും മകൻ കോളേജിലേക്കും പഠിക്കാൻ പോയ സമയത്താണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. കരിവള്ളൂർ പുത്തൂർ സ്വദേശിനിയാണ് സവിത. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം മരണകാരണം എന്തെന്നത് വ്യക്തമല്ല. ഞാൻ വരാമെന്ന സവിത കഴിഞ്ഞ ദിവസം രാവിലെ 9:40 വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സംഭവമുണ്ടായത്. ചീമേനിയിലെ ഒരു കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് തീയും പുകയും ഒക്കെ ഉയർന്നത് കണ്ട അയൽക്കാർ ഓടിപ്പാഞ്ഞെത്തിയത്. വീടിന്റെ ജനാലയ്ക്ക് ഉൾപ്പെടെയാണ് തീ പിടിച്ചത്. വിവരമറിഞ്ഞ് കാഞ്ഞങ്ങാട് നിന്ന് ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും നാട്ടുകാർ തീ അണച്ചു. പക്ഷേ സവിതയെ രക്ഷിക്കാനായില്ല. ഭർത്താവ് മക്കളും ഒക്കെ പുറത്തുപോയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു ആത്മഹത്യാശ്രമം നടത്തിയത്. വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് നീലേശ്വരം പോലീസ് അറിയിച്ചിട്ടുള്ളത്. വീടിന്റെ ജനാലയ്ക്ക് ഉൾപ്പെടെ തീ പിടിച്ചിട്ടുണ്ട്. വിവരമറിഞ്ഞ് കാഞ്ഞങ്ങാട് നിന്നും ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും നാട്ടുകാർ തീ അണച്ചുവെങ്കിലും സംഭവസ്ഥലത്ത് തന്നെ സവിത മരിക്കുകയായിരുന്നു. 2 മക്കളാണ് സവിതയ്ക്കുണ്ടായിരുന്നത്. ഈ സമയം വീട്ടിൽ തനിച്ചായിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ഇവർ. ഇത്തരത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ ആത്മഹത്യയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. എങ്കിലും മരണകാരണം വ്യക്തമാകാത്തതിനാൽ തന്നെ തുടർന്നുള്ള വിശദമായ ഒരു അന്വേഷണം തുടരുമെന്നൊക്കെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇതിനിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ 16-കാരി ഉണ്ടത്തെടുക്ക സ്വദേശിനിയായ ദേവികയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ സാരിയിൽ തൂങ്ങിയ നിലയിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ബെന്തെടുക്ക ഗ്രാമീണ ബാങ്കിന് സമീപം കഞ്ഞി ഹോട്ടൽ നടത്തുന്ന സവിതയുടെ മകളാണ് ദേവിക. വിവരമറിഞ്ഞ ഉടൻ നാട്ടുകാർ ഓടിയെത്തി. തുടർന്ന് ബേഡകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന പെൺകുട്ടി എല്ലാവരുമായും സൗഹൃദപരമായാണ് പെരുമാറിയിരുന്നത്. ദേവികയുടെ ആകസ്മിക മരണം കുടുംബത്തിനും കൂട്ടുകാർക്കും വലിയ ആഘാതമായി. അധ്യാപകർക്കും സഹപാഠികൾക്കും ദേവികയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുവാനുള്ളൂ. പെൺകുട്ടിയുടെ മരണകാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ബാലസംഘം ബന്തെടുക്ക വില്ലേജ് പ്രസിഡന്റ് കൂടിയായിരുന്നു ദേവിക. ഇതിനിടെ ആളൂർ ആനത്തടുത്ത് ഭാര്യയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പുതുശ്ശേരി സ്വദേശി ദേവസിയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. ഗുരുതരമായി പരിക്കേറ്റ അൽഫോൺസ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാമ്പ്ര സ്വദേശി കുന്നപ്പിള്ളി ബാബു എന്ന ദേവസിയും ഭാര്യ അൽഫോൺസയും തമ്മിൽ 2 വർഷത്തോളം വേർപിരിഞ്ഞാണ് താമസിച്ചു വന്നിരുന്നത്. ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. 1.5 വർഷമായി ആനത്തണം പുതുശ്ശേരിയിലെ വീട്ടിൽ അൽഫോൺസ ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത്. ഇവരുടെ മക്കൾ വിദേശത്താണ്. 2 സഹോദരിമാരുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. സഹോദരിമാരോടൊപ്പം അൽഫോൺസ പള്ളിയിലേക്ക് പോയ സമയത്ത് ദേവസി വീടിനുള്ളിൽ കയറുകയായിരുന്നു. പള്ളിയിൽ നിന്ന് അൽഫോൺസ തിരികെ എത്തിയപ്പോൾ വാതിൽ അകത്തു നിന്നും പൂട്ടി ദേവസി ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വീടിനുള്ളിലെ ബഹളം കേട്ടാണ് സമീപത്തുള്ളവർ ഓടിയെത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ അൽഫോൺസയെ സഹോദരിമാരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്തായിരുന്നു ഭർത്താവ് ദേവസി അതേ വീട്ടിലെ മുറിയിൽ ആത്മഹത്യ ചെയ്തത്. ചുറ്റിക കൊണ്ടുള്ള അടിയിൽ ഗുരുതരമായി പരിക്കേറ്റ അൽഫോൺസ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദേവസിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ആത്മഹത്യകൾ? ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്ന ചിന്തയുമായി മനുഷ്യർ നടക്കുമ്പോഴാണ് ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നത്. ചിന്തകൾക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. വ്യക്തിപരവും സാമൂഹികവും പാരിസ്ഥിതികവുമായ ഒട്ടേറെ ഘടകങ്ങൾ ഉൾപ്പെടെ. ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്നവർ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേരും അതിനു മുൻപ് ചില സൂചനകളോ മുന്നറിയിപ്പുകളോ ഒക്കെ നൽകാറുണ്ട് എന്നതാണ് വാസ്തവം. ഈ സൂചനകൾ എത്ര ചെറുതാണെങ്കിൽ പോലും അവയെ ഗൗരവത്തോടെ കാണേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ ചിന്തകൾ മനസ്സിലേക്ക് ആവർത്തിച്ചു വരുന്നത്? ആവർത്തിച്ചുള്ള ആത്മഹത്യാ ചിന്തകൾ ഒരു വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യത്തിന്റെയോ ബലഹീനതയുടെയോ ലക്ഷണമല്ല എന്ന വസ്തുത നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും അതിയായ വേദനയുടെ ഒരു ലക്ഷണമാണിത്.
വിഷാദം, ഉത്കണ്ഠ, മാനസികാഘാതം, വിട്ടുമാറാത്ത രോഗങ്ങൾ, താങ്ങാനാകാത്ത ജീവിത സമ്മർദ്ദം എന്നിവ കാരണം നമ്മൾ കഠിനമായ അല്ലെങ്കിൽ വൈകാരികമോ ശാരീരികമോ ആയ വേദനയിലായിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ നമ്മുടെ തലച്ചോർ തീവ്രമായി ശ്രമിക്കും. ചിലപ്പോൾ വേദന അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ആത്മഹത്യയാണെന്ന് തലച്ചോർ വിശ്വസിച്ചേക്കാം. മരിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഒരാൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഒരു രക്ഷാമാർഗമുണ്ട് എന്ന ചിന്ത പലപ്പോഴും ആശ്വാസം നൽകും. ഇത് തലച്ചോറിനെ വീണ്ടും ഇതേക്കുറിച്ച് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കും. ചില മുന്നറിയിപ്പ് സൂചനകൾ ഇതൊക്കെയാണ്. ഒരു വ്യക്തി ആത്മഹത്യാ പ്രവണതയുടെ മുന്നറിയിപ്പ് സൂചനകൾ പ്രകടമാക്കുമ്പോൾ അത് കൃത്യസമയത്ത് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. പലപ്പോഴും സഹായത്തിനുള്ള നിശബ്ദമായ അഭ്യർത്ഥനകളായിരിക്കാം ഇവ. ഓരോ വ്യക്തിയും നൽകുന്ന സൂചനകൾ വ്യത്യാസപ്പെട്ടിരിക്കാമെങ്കിലും പൊതുവായ ചില കാര്യങ്ങൾ കണ്ടുവരാറുണ്ട്. മരിക്കാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുക, കടുത്ത നിരാശ പ്രകടിപ്പിക്കുക, മറ്റുള്ളവർക്ക് താൻ ഒരു ഭാരമാണെന്ന് പറയുക എന്നിവ അതിൽ ചിലതാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്നോ കൂട്ടായ്മകളിൽ നിന്നോ പിന്മാറുക, സ്വന്തം സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുക, ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഈ ഒരു അപകട സൂചനയായി മാറാം. പെരുമാറ്റത്തിൽ പെട്ടെന്നുള്ള അസ്വാഭാവികമായ മാറ്റങ്ങളും കണ്ടെന്നു വരാം. കഠിനമായ വിഷാദാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ശാന്തതയിലേക്കോ സന്തോഷത്തിലേക്കോ മാറുന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന സൂചനയാണ്. ഇത് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം ആ വ്യക്തി എടുത്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അപകടകരമായ കാര്യങ്ങൾ ചെയ്യുക, സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നിവയും അവയിൽ പെടുന്നു. ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഗൗരവമായി എടുക്കുവാനും സഹായം തേടുവാനും ചെയ്യേണ്ടത് നിർണായകമാണ്. ആത്മഹത്യാ പ്രതിരോധം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ കടിമപ്പെട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെ തടയാമെന്നത് സംബന്ധിച്ച് പ്രായോഗികമായ വഴികൾ തേടണം. ചിന്തയ്ക്കും പ്രവൃത്തിക്കുമിടയിൽ അകലം സൃഷ്ടിക്കുക. ആത്മഹത്യാപരമായ ചിന്തകൾ വരുമ്പോൾ ഇന്ന് ഞാൻ ഈ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കില്ല എന്ന് സ്വയം പറയുക. ആത്മഹത്യാപരമായ മാനസികാവസ്ഥ പലപ്പോഴും തീവ്രമാണെങ്കിലും അതെപ്പോഴും താൽക്കാലികമായിരിക്കും. അത്തരം ചിന്തകൾ എത്ര കഠിനമാണെങ്കിലും അത് കടന്നു പോകുന്നത് വരെ കാത്തിരിക്കുവാൻ കഴിഞ്ഞാൽ വിലപ്പെട്ട ജീവനുകൾ രക്ഷിക്കാൻ കഴിയും. സഹായം തേടാൻ മടിക്കേണ്ട. ഈ ചിന്തകളുടെ മുഴുവൻ ഭാരവും ഒറ്റയ്ക്ക് ചുമക്കേണ്ടതുമില്ല. ഒരു മാനസികാരോഗ്യ കൗൺസിലിംഗ് ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുക. സർക്കാരും NGOകളും പരിശീലനം ലഭിച്ച മികച്ച പ്രൊഫഷണലുകളുടെ സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെയോ കുടുംബാംഗത്തെയോ തെറാപ്പിസ്റ്റിനെയോ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുക. പ്രൊഫഷണൽ സഹായം തേടുക ദീർഘകാല പ്രതിരോധത്തിന്റെ പ്രധാന ഘടകമാണിത്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി പോലുള്ള മാർഗങ്ങളിലൂടെ ആ വേദനാജനകമായ ചിന്താ രീതികളെ മാറ്റിയെഴുതുവാൻ തെറാപ്പിസ്റ്റുകൾക്ക് കഴിയും. ഇത്തരം ചിന്തകൾക്ക് കാരണമാകുന്ന അടിസ്ഥാന സാഹചര്യങ്ങളെ ലഘൂകരിക്കാൻ മരുന്നുകൾക്ക് കഴിയുമോ എന്ന് നിർണ്ണയിക്കുവാൻ സൈക്കാട്രിസ്റ്റുകളുടെ സഹായം തേടാവുന്നതാണ്. ആത്മഹത്യാ ചിന്തകൾ വരുമ്പോൾ എല്ലാ വേദനകളും താൽക്കാലികമാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. എന്നാൽ അകാരണമായി ഉണ്ടാകുന്ന ഏതൊരു നഷ്ടവും ശാശ്വതമാണെന്ന് ഓർമ്മിക്കുകയും വേണം.